കൊച്ചി കാക്കനാട് വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ആക്രിക്കടക്കാണ് തീ പിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേർന്നു. ശ്യാം, ദൃശ്യം കാണുമ്പോൾ അത് വലിയ തീപിടുത്തമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ് ശ്യാം? അഷ്മി, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നുള്ളത് വ്യക്തമായിട്ടില്ല. തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഒരു ആക്രിക്കടയ്ക്കാണ്. അവിടെ ഇപ്പോൾ ഫയർ യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയ തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആക്രിക്കട ആയതിനാൽ തന്നെ സ്വാഭാവികമായും തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഒരുപാടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കും തീ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കുന്നു. കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ട് എത്തുമെന്നും പറയുന്നു. ഏതായാലും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ആക്രിക്കടയിലാണ്. ഒരു വലിയ തീപിടുത്തം കാക്കനാട് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ആളുവല്ലോ ഉണ്ടോ ശ്യാം? പ്രാഥമികമായി നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. തീപിടുത്തം ഉണ്ടായി അത് അണയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് അവിടെ എത്തി, പോലീസും അവിടെ എത്തി പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ആ കടയ്ക്കുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും നിലവിൽ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായി ആ കട കത്തി അമരുന്നു എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. കാശ്മീർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ ശ്യാം? അറിയാൻ കഴിയുന്നുണ്ടോ? തൃക്കാക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ആക്രിക്കട ആയതിനാലും തീ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതിനാലുമാണ് കൂടുതൽ യൂണിറ്റുകളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ തൃക്കാക്കരയിലെ ഫയർ യൂണിറ്റുകൾ അവിടെയുണ്ട്. പക്ഷെ അവർക്കും വലിയ വേഗത്തിൽ തീ പടർന്നു പിടിക്കുന്നതിനാൽ അതിന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തൃക്കാക്കരയിലെ ഫയർ യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, കാക്കനാടാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആക്രിക്കടയ്ക്ക് തീ പിടിച്ചു. ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ്. വലിയ കറുത്ത പുക ഉയരുന്നുണ്ട്. വലിയ തീ ആക്രിക്കട കൂടിയായത് കാരണം തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തീവ്രമായി തുടരുന്നു. എത്രയും പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിയട്ടെ.